ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഉടമ്പടി എടുത്തത് 2019 സെപ്റ്റംബർ 25-നാണ്. എൻ്റെ പേര് സുനിത ഡൊമിനിക്ക്. ഞാൻ ലൂർദ് മാതാ പച്ച ഇടവകാംഗമാണ്. ഇത് എൻ്റെ മകൾ മെറിൻ ഡൊമിനിക്ക്. അവൾക്ക് വേണ്ടിയാണ് ആദ്യത്തെ സാക്ഷ്യം. ഞാൻ ഉടമ്പടി എടുത്തപ്പം ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു മെറിന് എൻ്റെ മകൾക്ക് BSc നേഴ്സിങ്ങിന് മെറിറ്റിൽ അഡ്മിഷൻ ഗ്രാൻഡോടുകൂടി പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടണമെന്നുള്ളത്. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്, അല്ലാതെ പഠിപ്പിക്കാനും ഒക്കെ. അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. 92% മാർക്ക് ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാവരും പറഞ്ഞു, നാട്ടിലൊന്നും അഡ്മിഷൻ കിട്ടത്തേ ഇല്ല സുനിത, അങ്ങനെയൊന്നും വിചാരിക്കുകയേ വേണ്ട, വെളിയിലെങ്ങാനും നോക്കാൻ പറഞ്ഞു. അപ്പം വെളിയിലൊക്കെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ അഡ്മിഷൻ ഇതിന് ഗ്രാൻഡ് ഒന്നും കിട്ടത്തില്ലല്ലോ, നമ്മുടെ കേരളത്തിൽ പഠിച്ചെങ്കിലല്ലേ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ വെളി നോക്കിയതേ ഇല്ല. നമ്മൾ ഇവിടെ കിട്ടും, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് 100% എനിക്ക് വിശ്വാസമായിരുന്നു നമുക്ക് നാട്ടിൽ കിട്ടുമെന്ന്. പക്ഷേ ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഇവിടെ പേരില്ല. അങ്ങനെ അവസാനം എത്രാമത്തെ അലോട്ട്മെൻറ്റിൽ 12ാമത്തെ അലോട്ട്മെൻറ്റിൽ വന്നപ്പോഴും പേര് ഇല്ല. പിന്നെ അപ്പോൾ ഇവക്കങ്ങ് ഭയങ്കര വിഷമമായി. അന്നേരം ഇവൾ NRI കോട്ടയിൽ അഡ്മിഷന് അപേക്ഷിച്ചു. അന്നേരം കിട്ടി. നമ്മുടെ ഒരു കസിൻ്റെ പേര് പറഞ്ഞാണ് നമ്മൾ വിചാരിച്ചു ആ ആളിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമുക്ക് കിട്ടുമെന്നുള്ളൊരു. അങ്ങനെ അഡ്മിഷൻ കിട്ടി. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പേപ്പറൊക്കെ പുള്ളിക്കാരൻ്റെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ അയച്ചു തന്നു. കുറച്ചുകൂടെ ഒക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടായി, അവിടെയൊക്കെ പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് തീർത്ത് പറഞ്ഞു. അപ്പം നമുക്ക് ഈ അഡ്മിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചത് ഞങ്ങളവിടെ പ്രിൻസിപ്പാളിനോട് ഇന്ന് പറഞ്ഞു, ഇന്നപോലെ പേപ്പറെല്ലാം കിട്ടത്തില്ല, ഇന്ന പേപ്പർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതെല്ലാം ക്യാൻസൽ ചെയ്ത് നമ്മൾ അടച്ച പൈസയൊക്കെ ഒരു വിധത്തിലെങ്കിൽ കിട്ടി, മുഴുവനും പൈസയും കിട്ടി. അങ്ങനെ ഇങ്ങനെ എല്ലാവരും ചോദിച്ചു, നിങ്ങൾക്ക് വേറെ അഡ്മിഷൻ കിട്ടാതെ എങ്ങനെ, എന്തിനാ ഇത് ക്യാൻസൽ ചെയ്തതെന്നൊക്കെ. അന്നേരം മനസ്സിനൊരു എനിക്കൊരു ധൈര്യമായിരുന്നു, എങ്ങനെയെങ്കിലും നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചല്ലേ, മാതാവ് ഒരിക്കലും കൈവിടത്തില്ല എന്നുള്ള ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇരുന്നപ്പം ഇങ്ങനെ എല്ലാം അവിടെ കൂട്ടുകാരികളെല്ലാവരും ഓരോ സ്ഥലത്തും അഡ്മിഷൻ എല്ലാവർക്കും കിട്ടി, നല്ല നല്ല സ്ഥലത്തെല്ലാം കിട്ടി. ഇപ്പം നല്ലതും ചീത്തയും എങ്ങും കിട്ടാനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അവസാനം ഗവൺമെൻറ് അന്നേരം സീറ്റ് കൂട്ടുന്നുണ്ട്, കൂട്ടി വേറെ ഹോസ്പിറ്റലിൽ പുതിയ തുടങ്ങാൻ പോകും എന്നൊക്കെ പറഞ്ഞ് നഴ്സിംഗ് സ്കൂളൊക്കെ കോളേജൊക്കെ തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ പത്രത്തിലൊക്കെ വന്നായിരുന്നു. അപ്പം ലാസ്റ്റ് ഒരു സ്പോട്ട് അഡ്മിഷൻ വന്നു. പിന്നെ മെറിറ്റിൽ NRIയുടെ അല്ല LBSൻ്റെ ആലപ്പുഴ വെച്ചായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ അവിടെ ഞങ്ങൾ പോയി. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 20 പേരെ അവർ, ഒത്തിരി 10,500 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 20 പേരെ അവരകത്ത് കയറ്റി. അവർക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണ്. അപ്പം 20ാമത്തെ പേരായിരുന്നു ഇവളുടേത്. അപ്പം എല്ലാവരെയും കയറ്റി അവസാനം ഓരോരുത്തരെയും അഡ്മിഷൻ കൊടുത്ത് വിട്ടു 19 പേർക്കും കിട്ടി. 20ാമത്തെ ഇവളുടെ പേര് വിളിച്ചപ്പം പറഞ്ഞ് അഡ്മിഷൻ ക്ലോസ് ആയിരുന്നു. അപ്പം എന്താ പറഞ്ഞാൽ രാത്രിയിൽ 1 മണി എങ്ങാണ്ടായി. അപ്പോൾ ആകെപ്പാടെ അത്രയും പ്രതീക്ഷിച്ചിരുന്നിട്ട് കിട്ടിയില്ലല്ലോ, ആകെപ്പാടെ വിഷമിച്ചു. അപ്പനായിരുന്നു പോയത്, അപ്പനും മോളും കൂടെ പോയത്. അന്ന് രാവിലെ ആണെങ്കിൽ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് എല്ലാ സർട്ടിഫിക്കറ്റും ഒക്കെ വെച്ച് ഇവർ രണ്ടുപേരും കണ്ണുനീരോടെ 1 മണിക്കൂർ നേരം ആൾക്കാരെ നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവർ ഇതിന് പോയത്, സ്പോട്ട് അഡ്മിഷൻ ആലപ്പുഴയ്ക്ക് പോയത്. എന്നിട്ട് പിന്നെ അഡ്മിഷൻ ഇല്ലെന്ന് പറഞ്ഞു. വൈകിട്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങുക നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ദൈവം കണ്ടിട്ടുണ്ടായിരിക്കും, മാതാവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ രാവിലെ ആണെങ്കിലും ഇവർക്ക് അങ്ങ് ഭയങ്കര വിഷമം, ചായ പോലും കുടിച്ചില്ല. ഉച്ചയായി ചോറൊന്നും ഉണ്ടില്ല. വൈകിട്ട് 5 മണി ആയപ്പോഴേ ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്ന് പേരും പറഞ്ഞിട്ട് പറഞ്ഞു, മെറി ഡൊമിനിക്കിൻ്റെ വീടല്ലേ, മോക്ക് ഒരു സീറ്റുണ്ട് പിന്നെ ഇവിടെ പത്തനംതിട്ടയിലാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വലിയ സന്തോഷമായി. ഇവളെ വിളിച്ചു വിടി, മെറിനെ നിനക്ക് ഉടനെ ഇവൾ ഓടി വന്ന് ചാടി, എല്ലാം ഭയങ്കര സന്തോഷം. അങ്ങനെ അപ്പം പറഞ്ഞു 10,000 രൂപ അന്നേരം തന്നെ അയക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഓൺലൈൻ വഴി അയച്ചു. പിറ്റേ ദിവസം കോട്ടയത്ത് അതിൻ്റെ ഹെഡ് ഓഫീസിൽ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പോയി ജോയിൻ ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പം മാതാവ് വലിയ എനിക്കറിയത്തില്ല എങ്ങനെ. ഞാൻ പറഞ്ഞ് ഈ 20 പേരിലെടുത്തതിൽ 20 ആ കൂട്ടത്തിൽ തന്നെ ഇവക്ക് കിട്ടിയിരുന്നേ നമ്മൾ വിചാരിച്ചേനെ.
നമ്മുടെ മാർക്ക് കൊണ്ടാ 20 നമുക്ക് കൊച്ചിൻ്റെ മാർക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന്. പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിക്കാതിരിക്കാൻ വേണ്ടി മാതാവിൻ്റെ മാധ്യസ്ഥം കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ ഞങ്ങളെ വിശ്വസിപ്പിക്കാനും വേണ്ടി തന്നെയാണ് അന്നേരം അഡ്മിഷൻ കിട്ടാഞ്ഞതും പിന്നെ സാറ് വിളിച്ച് നമുക്ക് അഡ്മിഷൻ തന്നതും അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് വിശ്വാസം വരത്തില്ല. നമ്മുടെ കൊച്ചിൻ്റെ മാർക്ക് കൊണ്ടാണെന്ന് തന്നെ നമ്മൾ ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കും. എന്തായാലും ഞങ്ങൾ അവിടെ കോട്ടയത്ത് പോയി അഡ്മിഷനെല്ലാം എടുത്തു. അന്നേരം ഗ്രാൻഡോടുകൂടി തന്നെ നമ്മൾ അത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളിയുടെ ക്ഷേമനിധിയിൽ അംഗത്വം ഉള്ളതാണെന്ന് പറഞ്ഞപ്പോൾ സാറ് പേപ്പറെല്ലാം നോക്കിയിട്ട് അങ്ങനെ അനുവദിച്ചു. വെറും 10,000 രൂപ കൊണ്ട് തന്നെ നമുക്ക് ഫീസ് അത്രയും മതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചേർന്ന് അത് എല്ലാം കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. മാതാവിൻ്റെ മാധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പം അവിടെ അഡ്മിഷൻ കോട്ടയത്ത് ചേർന്നപ്പോൾ സാറന്മാരെല്ലാം ഇങ്ങനെ നിരന്നിരിക്കും. അപ്പം ലാസ്റ്റ് അഡ്മിഷനായിരുന്നു ഇവർക്ക് കിട്ടിയത്. അപ്പം എല്ലാം ചേർന്ന് കഴിഞ്ഞ് പോരാൻ നേരത്തെ അവർ സാറന്മാരെല്ലാം ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. എനിക്കങ്ങ് ഭയങ്കര നമുക്ക് മനസ്സിലുണ്ടെങ്കിലും അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് ഭയങ്കര ഇതാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം ദൈവാനുഗ്രഹം, ഞങ്ങളിങ്ങനെ കൃപാസന അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ ദൈവാനുഗ്രഹം ഞങ്ങൾ ഒരു ദിവസം പോലും ഓർക്കാതെ ഒരു നിമിഷമില്ലെന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് ഇങ്ങനെ ഗ്രാൻഡോടുകൂടി കുട്ടിയെ കിട്ടിയത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിപ്പോയി. അങ്ങനെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ആദ്യം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. 2019 ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞ് സെപ്റ്റംബർ 25-ാം തീയതി. അപ്പം പിറ്റേ മാസം തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാനും പോവുക കൃപാസനത്തിൽ. പോയിട്ടില്ലായിരുന്നു ആദ്യമായിട്ട്. അപ്പം ഇവിടെ വന്നു, പുള്ളിയും വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലോട്ട് ഉരുളിക്ക് വരാൻ മേല. ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞത് ഹാൻസും മദ്യപാനവും ഒക്കെ ഉള്ള ആളായിരുന്നു പുള്ളി. അന്ന് മുതൽ പുള്ളി എല്ലാം ഉപേക്ഷിച്ചു. ഇപ്പം 5 വർഷമായി, ഇന്ന് വരെ ഒന്നും തൊട്ടിട്ടില്ല. അത് ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അന്ന് ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞതായിരുന്നു. 5 വർഷമായി പുള്ളി തൊട്ടിട്ടില്ല. പിന്നെ അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു പോകുമ്പോഴത്തേക്ക് എൻ്റെ ഒരു കാതിലെ കമ്മലാണെങ്കിൽ നഷ്ടപ്പെട്ടു. ബസ്സിൽ കയറിയപ്പോഴാണ് നോക്കുന്നത്. അപ്പം കമ്മലില്ല. അന്നേരം ഞാൻ നോക്കി, ഇനി എവിടെ ചെന്ന് നോക്കും, ഫാസ്റ്റ് ബസ്സുമാണ്, കയറിയതേ ഉള്ളൂ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തെ അപ്പം അടുത്തിരുന്നവരൊക്കെ പറഞ്ഞു, അയ്യോ ഇനി അങ്ങനെ കിട്ടാനാ, എന്നാൽ തിരിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, എന്നാൽ ബാഗിൽ അങ്ങനെ നോക്കാം. അപ്പം കൃപാസന പത്രവും വെള്ളവും ഒക്കെ ഉള്ള ഒരു ഇത് കിറ്റുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നോക്കാൻ പറഞ്ഞു. ചുമ്മാ നോക്കിയപ്പോൾ അതിനകത്ത് ഈ കമ്മലും ആണിയും കൂടെ കിടക്കുന്നു. അങ്ങനെ അത് കിട്ടി. അങ്ങനെ മാതാവിൻ്റെ മധ്യസ്ഥം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവമേ, സാക്ഷ്യം പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണല്ലോ ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം സാക്ഷ്യം പറയുന്ന സമയത്താണ് എന്നെ ഭയങ്കരമായ ഒരു തണുപ്പായിരുന്നു അന്ന്. ആ സാക്ഷ്യം പറഞ്ഞ സമയത്ത് ഉണ്ടായത് ഭയങ്കരമായിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നത്. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ പുഷ്പഗിരി ആശുപത്രിയിൽ ഇങ്ങനെ എനിക്ക് സുഖമില്ല, ബ്ലീഡിങ് ഒക്കെ ആയിട്ട് വന്നപ്പോൾ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിക്കാനും ഒക്കെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങളുടെ പച്ചയിലൊക്കെ അവിടെ എല്ലാവരും കൃപാസനത്തിൽ പോകുന്ന ആയതുകൊണ്ട് പത്രമൊക്കെ കൊടുക്കുമ്പോൾ എല്ലാ വീട്ടിലും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ പുഷ്പഗിരി അവിടെയൊക്കെ പോകുമ്പോൾ ആശുപത്രി 10 കെട്ട് പത്രം മേടിച്ചേക്കാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും കൊടുത്തു. ആശുപത്രിയിലൊക്കെ എല്ലായിടത്തും അവർക്കൊക്കെ വലിയ ഇതായിരുന്നു. അവരൊന്നും വലിയ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ലാത്ത ആയതുകൊണ്ടും കൊടുക്കുമ്പോഴേ അങ്ങ് മേടിക്കുകയും എല്ലാം ഇത് ചെയ്യും. അന്നേരം ഞാനങ്ങനെ കൊടുത്തെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പേഴ്സില്ല. പിന്നെ എൻ്റെ ദൈവമേ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോകണോ, എന്ത് ചെയ്യണം, അവിടോട്ടൊക്കെ വിളിച്ച് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. ആ മാതാവിനോട് പറഞ്ഞു, ഒരു 2 ആഴ്ചയ്ക്കാവും എനിക്ക് പേഴ്സ് കിട്ടണം. അതിനകത്ത് പൈസ വലുതായിട്ടില്ലെങ്കിലും അതിനകത്ത് ഒരുപാട് പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ 2 ആഴ്ചയ്ക്കാവും ഇങ്ങനെ മാതാവിനോട് ദിവസവും പ്രാർത്ഥിക്കും, എനിക്കതിങ്ങനെ കിട്ടണം. ഒരു പേപ്പറല്ല, പല ഇതുണ്ട്, എവിടെല്ലാം പോയാൽ അങ്ങനെ ഓരോ ഇത് ശരിയായി കിട്ടുന്നത്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു 2 ആഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ഒരു ബസ്സിൻ്റെ കണ്ടക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുനിത ഡൊമിനിക്കല്ലേ, ഇന്ന പോലെ ഒരു പേഴ്സ് ബസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അതിനകത്ത് പൈസയൊന്നുമില്ല,
പക്ഷേ കുറേ പേപ്പറൊക്കെ ഉണ്ട്, വന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ബസ് സ്റ്റോപ്പ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ആ ബസ് സ്റ്റോപ്പിൻ്റെ അതിൽ പാസ് ചെയ്യുന്ന ബസ്സായിരുന്നു. അതിന് മുമ്പത്തെ സ്റ്റോപ്പിലായപ്പം വിളിച്ചു, ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന് പറഞ്ഞ് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഈ പേഴ്സ് വാങ്ങിച്ചു. അതിനകത്ത് നമുക്ക് പൈസയൊന്നുമില്ല. പക്ഷേ ആ പേപ്പറുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർക്കും, ഇത്രയും പേപ്പറൊക്കെ ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉള്ള ഒരെണ്ണം പോലും മിസ്സാകാതെ എല്ലാം ഒരു കുഴപ്പമില്ലാതെ എല്ലാം കിട്ടി. പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറും ഭാര്യയുമായിട്ട് അല്പം പിണക്കത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുമിച്ച് താമസിക്കാനും പിണക്കമെല്ലാം മാറാനും ഒക്കെ അത് എല്ലാം മാറി. എല്ലാം ഇപ്പം സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വീടില്ലായിരുന്നു. വീടിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഇപ്പം വീട് പണി തുടങ്ങി. തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇനിയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് അമ്മ മാതാവ് എടുത്തിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പ് എനിക്ക് 8ാമത്തെ അലോട്ട്മെൻറ്റിലാണ് എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അത് NRI ആയിരുന്നു. ഞാൻ അറിയാതെ NRI കൊണ്ട് വെച്ചതാണ്. എനിക്കത് NRI എന്താണെന്ന് പോലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് മെറിറ്റ് പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത് NRI എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള അഡ്മിഷൻ രീതിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം അതിന് കുറേ പേപ്പേഴ്സൊക്കെ വേണമെന്ന് ഞാൻ കുറേ പേപ്പേഴ്സൊക്കെ ഒപ്പിച്ചു. പക്ഷേ ഒരു പേപ്പർ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം ആ അഡ്മിഷൻ എൻ്റെ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അടുത്താണ് കോളേജ്, എനിക്ക് അടുത്ത് പോയി പഠിച്ചാൽ മതിയായിരുന്നു. എല്ലാവരും പറഞ്ഞു, നീ എന്തിനാ കളഞ്ഞു ഇതൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ 9 അലോട്ട്മെൻറ്റ് വെച്ചു, 10, 11, 12 അലോട്ട്മെൻറ്റ് വെച്ചു. 12ാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ കുരിശരിക്കാൻ ഇരിക്കുമായിരുന്നു. ഇരിക്കാൻ പോയപ്പം എൻ്റെ ഒരു അങ്കിളാണ്, അക്ഷയ് അങ്കിളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞ് MCFCKയുടെ അലോട്ട്മെൻറ്റ് എറണാകുളത്ത് വെച്ച് സ്പോട്ട് നടക്കുന്നുണ്ട്. അപ്പം നീ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നാളെ എറണാകുളത്ത് പോകാൻ പറഞ്ഞു. അപ്പം ലിസ്റ്റൊക്കെ ലൊക്കേഷനൊക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി എറണാകുളത്താന്ന് പറഞ്ഞു. അപ്പം അടുത്ത എനിക്ക് LBSC കിട്ടിയില്ലെങ്കിലും എനിക്ക് നാട്ടിൽ പഠിക്കാമെന്ന് വിചാരിച്ച് MCFCK കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോളേജിൽ കൊടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ കോളേജിൽ പോയി ഡോക്യുമെൻറ്റ്സൊക്കെ നേരത്തെ രാവിലെ പോയി എടുത്തു. അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ ആയിട്ട് അച്ഛൻ എറണാകുളത്തും പോയി. ഞങ്ങളൊരു സ്പ്ലിറ്റായിട്ട് പോയി. നേരത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് പ്രിൻ്റ് ഔട്ടായിട്ട് അച്ഛനും പോയായിരുന്നു. അപ്പം ഒരു ലെറ്റർ എഴുതി കൊടുത്തായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ താമസിക്കുന്നതെന്ന് വരാൻ. എന്നിട്ട് ഞങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഞാനും അമ്മയും കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ലേറ്റ് എന്ന് വെച്ചാൽ 12 മണിക്കാണ്, 12 തൊട്ട് 1 വരെയാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ. ഞങ്ങളവിടെ എത്തിയപ്പം 1 മണി കഴിഞ്ഞു. വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു അതും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയി. അപ്പോൾ ഫുള്ളങ്ങ് തകർന്നു പോയി. അന്ന് വൈകിട്ട് എന്നെ വേറെ ഈ അങ്കിൾ എന്നെ വിളിച്ചു, അക്ഷയ് അങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞേ LBSCയിൽ സ്പോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒന്നാമത് ഇത് കേട്ടപ്പം എറണാകുളത്ത് പോയി MCFCK കിട്ടിയില്ലെന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഡിപ്രഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പൊയ്ക്കോളാം, നിങ്ങൾ അനിയ വരേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇവരെയും കൂടെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വേണ്ട, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഒരു 6 മണിയായപ്പം ഫുഡ് കഴിച്ച്, ഫുഡൊന്നും വേണ്ടായിരുന്നു എനിക്ക്, ഫുഡ് കഴിച്ച് രാവിലെ തന്നെ കൃപാസനത്തിൽ വന്ന് പിന്നെ ഡോക്യുമെൻറ്റ്സൊക്കെ മാതാവിൻ്റെ അവിടെ മുത്തിച്ചിട്ട് കുറേ നേരം പ്രാർത്ഥിച്ച് ഇതും കൂടെ ഉള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് കാരണം ഞങ്ങളൊന്നും വേറെ എവിടെ എടുത്തില്ല, വെളിയിൽ വേറെ എവിടെ എടുത്തില്ലായിരുന്നു. അപ്പം ഇതും കൂടെ ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പം ഞങ്ങൾ ഡോക്യുമെൻറ്റ്സൊക്കെ മാതാവിൻ്റെ അവിടെ തൊട്ട് മുത്തിച്ചിട്ട് പോയി. 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പോയി നിൽക്കണമെന്നൊക്കെ ആൻറ്റിമാരിങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു 8 മണിയായപ്പോൾ എത്തി. 8 മണിയായപ്പോൾ എത്തിയിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 10-11 മണിയായപ്പം ഇങ്ങനെ നമ്മുടെ നമ്പർ മാർക്കൊക്കെ എൻ്റർ ചെയ്യാനുള്ള സമയമായി. എൻ്ററൊക്കെ ചെയ്ത് വൈകിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഈ 20 പേരെ സെലക്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നാലും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തായിരുന്നു. എന്നിട്ട് അവസാനം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഓരോരുത്തരെ കുറച്ച് പേരെ വിളിക്കാൻ തുടങ്ങിയത്. എൻ്റെ നമ്പർ എത്തിയപ്പം ഒരു 11 കഴിഞ്ഞായിരുന്നു. അപ്പം എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് പുറകിലുള്ളവരെ കയറ്റിയപ്പം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അടുത്തുള്ള കോളേജിലെങ്കിലും